എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ സഭയുടെ 136 പ്രതിഷ്ഠാദിന പെരുന്നാളിനെ പ്രാരംഭ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകുന്നതിൽ ഈ പെരുന്നാളിനെ കുറിച്ച് വളരെ നേരത്തെ തന്നെ എന്നോട് പറയുകയും ഞങ്ങളെ കുടുംബമായിട്ട് ക്ഷണിക്കുകയും ചെയ്ത എത്രയും സ്നേഹമുള്ള സഭയുടെ ചുമതലക്കാർ, പ്രത്യേകിച്ച് സ്നേഹമുള്ള MS സെബാസ്റ്റ്യൻ സാറ്, വികാരിയച്ഛൻ, സ്നേഹമുള്ള ബെനച്ചൻ, അതുപോലെ തന്നെ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ മെമ്പർമാർ, പ്രിയപ്പെട്ട കപ്പിയാരിച്ചൻ, സഭാമക്കൾ, എല്ലാവരോടുമുള്ള ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി, സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം 136 പള്ളിപ്രതിഷ്ഠാന പെരുന്നാളിന് വേണ്ടിയുള്ള പള്ളിപ്രതിഷ്ഠാന പെരുന്നാളിന് എല്ലാവിധമായ പെരുന്നാൾ ആശംസകളും ഞങ്ങൾ കുടുംബമായിട്ട് ആശംസിക്കുകയും നേരുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ വന്നപ്പോൾ ആലയം കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ അപ്പുറമായി വളരെ ഭംഗിയായി ഇത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെയും സഭയിൽ വന്ന് ദേവാലയത്തിൽ വന്നിട്ടുണ്ട്, ചുറ്റുപാടും വന്നിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അതോടൊപ്പം അത് കണ്ട് ആവശ്യങ്ങൾ കണ്ട് സംഭാവനകൾ നൽകിയ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും പ്രത്യേകിച്ച് ഈ സമയങ്ങളിലൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സംഭാവനകൾ നൽകിയ, വിശേഷപ്പെട്ട സംഭാവനകൾ നൽകിയ പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഭ വളരുന്നത് അങ്ങനെയാണ്. സഭാമക്കളുടെ ആ ഒരു കാഴ്ചപ്പാടും ദർശനവും ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്നുള്ള ദാനങ്ങൾ നൽകലുമാണ് സഭ വളരുവാൻ, നമ്മുടെ സഭകൾ വളരുവാൻ ഇടയായിത്തീർന്നിരിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. ആ ഒരു നല്ല പാരമ്പര്യം ഈ ആധുനിക കാലത്തും നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റും. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മനോഹരമായ പാട്ടുകൾ ഗായകസംഘം ആലപിക്കുന്നു. അതോടെ തന്നെ നല്ല മേളങ്ങൾ, നമുക്ക് മേളങ്ങളോടുകൂടി ആവുന്നല്ലോ നമ്മളിത് ആരംഭിച്ചിരിക്കുന്നത്. അതൊക്കെയും ദൈവത്തിനെല്ലാം മഹത്വകരമായി തീരട്ടെ, ദൈവനാമം മഹത്വമെടുക്കാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. സാധാരണ ഒരു ദിവസമെങ്കിലും ഈ ദേവാലയം കാണത്തില്ലെങ്കിലും ദേവാലയത്തിൽ ലൈറ്റ് കാണുന്നുണ്ട്. അവിടെ ബിഷപ്പ് ഹൗസിൻ്റെ മുറ്റത്ത് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ലൈറ്റ് നമ്മുടെ ഇവിടെ റെയിൽസിലൂടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ മുകളിലാണെന്ന് എനിക്കൊന്ന് ലൈറ്റുണ്ട്. മിക്കവാറും ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ലൈറ്റിങ് നീള ലൈനായിട്ട് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു ദേവാലയത്തിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എടവപ്പള്ളിയുടെ ഇരുമാപ്ര ദേവാലയത്തിൻ്റെ ലൈറ്റാണ്. അത് 2 ലൈറ്റും അവിടെ കാണാനായിട്ട് സാധിക്കും. ബിഷപ്പ് ചാപ്പലിലെ ബിഷപ്പ് ഹൗസിലെ ചാപ്പലിൽ നോക്കുമ്പോൾ നേരെ കാണുന്നത് ഇരുമാപ്ര ദേവാലയം, നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ദേവാലയം. വളരെ സന്തോഷമാണ്. അവിടെ വരുന്ന എല്ലാ ആൾക്കാരോടും ഈ 2 ദേവാലയങ്ങളും കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ കാണത്തില്ല, എന്നാൽ ആ ദിക്ക് പറഞ്ഞ് പരിചയപ്പെടുത്താറുണ്ട്. മിക്കവാറും അവർ ഇരുമാപ്ര ദേവാലയം, നമ്മുടെ 1ാമത്തെ ആലയം, നമ്മുടെ ഇടവപ്പള്ളി മിക്കവാറും ആൾക്കാർ സന്ദർശിച്ചിട്ടാണ് പോകുന്നത്. അവിടെ വന്ന് കാണുന്നവർക്ക് വളരെ അത്ഭുതമാണ്. താഴെ നോക്കുമ്പോൾ ഒരു പള്ളി, ഇത്രയും വലിയ പള്ളി മലമുകളിൽ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. ഇവിടെ വരുമ്പോഴാണ് പിന്നെയും മല എന്തിയാണ്, പിന്നെയും കിടക്കുകയാണ്. ഞാനത് അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മലയുടെ മുകളിലല്ല ആ പള്ളി. അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെയും മലകൾ ഉണ്ട്, അവിടെയും പള്ളികൾ ധാരാളമുണ്ട് എന്ന് പറയാറുണ്ട്. അനേക ആളുകൾ ഈ കാലഘട്ടങ്ങളിൽ വന്നു പോകും. അവർ കണ്ട് അത്ഭുതം കൂറി ദൈവത്തിന് നന്ദി കരയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇടവപ്പള്ളിയും ഈ കാലഘട്ടങ്ങളിൽ വളരെ മനോഹരമായിട്ട് അവൻ്റെ ചുറ്റുപാടുകളും ദേവാലയം ആഗമനമായിട്ടും അവർ ഭംഗിയായി സൂക്ഷിക്കുന്നു, ബലവത്താക്കിയിരിക്കുന്നു, മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നു. ഉപസഭയും വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകും. ഈ പെരുന്നാൾ പ്രത്യേകിച്ച് MS സെബാസ്റ്റ്യൻ സാറിന് ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും ശുശ്രൂഷിച്ച് നിൽപ്പാൻ ഇടയാകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മഹാരുടെ വിവിധ ചുമതലകൾ വഹിപ്പാൻ ദൈവം അദ്ദേഹത്തിന് സാധിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ഭംഗിയായി ഏൽപ്പിക്കുന്ന ചുമതലകൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് ദൈവം പ്രത്യേകമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, താലന്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് ദൈവ അനുഗ്രഹത്തിനാണ്, സഭയുടെ വളർച്ചയ്ക്കാടും തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ള ജെയിംസ് സാർ നമ്മുടെ മധ്യ ആരാധനയിൽ കടന്നു വന്നിട്ടുണ്ട്. സാറും ഒരുമിച്ച് ഞങ്ങൾക്ക് ശുശ്രൂഷ നിൽപ്പാൻ ഇടയാകുന്നതിൽ അതിയായ സന്തോഷം. ഇവരൊക്കെ ഒരുമിച്ചുള്ള ശുശ്രൂഷ എനിക്ക്
വളരെ സന്തോഷമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ഇപ്പോഴും അത് വളരെ സന്തോഷമാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കും. ബെന്നച്ചൻ നമ്മുടെ ഇടവപ്പെട്ടക്കാരനാകുന്നുവല്ലോ. ബെന്നച്ചനുമായിട്ട് ഒരുമിച്ച് എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വീണ്ടും ഒരുമിച്ച് ശുശ്രൂഷ നിൽപ്പാൻ ഇടയാകുന്നതിൽ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. പ്രിയപ്പെട്ട ഞങ്ങളുടെ സെക്രട്ടറി അച്ഛൻ, നൈസൻ അച്ഛൻ, ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ ലഭിക്കുന്ന എല്ലാവിധമായ സഹായ സഹകരണത്തിനും ശുശ്രൂഷ സഹായത്തിനും മറ്റെല്ലാ പ്രാർത്ഥനകൾക്കും നിങ്ങളിലൂടെ ലഭിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഞാൻ ആ സമയത്ത് നന്ദി കരേറ്റും. ഞാൻ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ചോദിച്ചു, സെൻറ്റ് ജെയിംസ് ആൻഡ് സെൻറ്റ് ഫിലിപ്പോസിന് വേറെ പള്ളി നമ്മുടെ മഹാടലുണ്ടോ, വേറെ എവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമായിരിക്കും വേറെ പള്ളി ഉണ്ടോ ഇല്ല. അത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അല്ലേ. കഴിഞ്ഞ 136 വർഷം 136 വർഷം എന്ന് പറഞ്ഞാൽ സുമാർ ഒരു 5-6 തലമുറ കന്നുപോയി. ശരാശരി 30 വർഷം ഒരു തലമുറ എന്ന് കൂട്ടാം, അല്ലെങ്കിൽ 25 വർഷം ഒരു തലമുറ എന്ന് കൂട്ടാം. അങ്ങനെ നോക്കിയാൽ അത്രയും വർഷമാണ്. നമ്മുടെ ഇടവപ്പള്ളി സ്ഥാപിതമായിട്ട് 175 വർഷം അതിൻ്റെ കണക്കനുസരിച്ച്. ചിലപ്പോൾ 1-2 വർഷത്തിൻ്റെ കണക്കൂട്ടിലുള്ള വ്യത്യാസം ചിലപ്പോൾ കണ്ടേക്കാം. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അത്ര കൃത്യമായ കണക്ക്, എന്നാലും ഇത്രയും കൃത്യമായ കണക്കുള്ള സഭകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സഭകളൊക്കെ തന്നെയാണുള്ളത്, കൃത്യമായ കണക്കിലും രേഖകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ അഭിമാനിക്കാം. 175 175 അല്ലെങ്കിൽ അത് കുറവാണെങ്കിൽ അത് എങ്കിലും ലഭ്യമായ ഇതനുസരിച്ച് നമ്മുടെ മനസ്സിലാക്കലനുസരിച്ച് 175 വർഷം പിന്നിടുകയാണ്. കത്തീഡ്രൽ ഇടവകയും അതിന് അടുത്ത വർഷം 175 വർഷം പിന്നിടുകയാണ്. ഏതാണ്ട് അതിന് അടുത്ത കാലഘട്ടങ്ങളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സഭയുടെ സ്ഥാപിതമായി. കൊലാനി എന്നാണോ പേര് എന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ആദ്യത്തെ പേര് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും. പക്ഷേ ഇപ്പോൾ കൊലാനി ദേവാലയം എന്നാണ് നമ്മുടെ ദേവാലയം അറിയപ്പെടുന്നത്. ഞാനത് പറയാൻ കാരണം സഭയുടെ വളർച്ചയാണ്, ദേശത്തിൻ്റെ വളർച്ചയാണ്, മാറ്റങ്ങളാണ് ഞാനത് പറഞ്ഞു വരുന്നത്. മനോഹരമായ റോഡുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആരിവിടെ വരും എന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം ആളുകൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്നു പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായിട്ട് നമ്മുടെ ഈ പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നു മാറുകയാണ്. അത് എത്രമാത്രം അതിൽ നിന്നുള്ള ആദായങ്ങൾ നമുക്കെടുക്കാൻ സാധിക്കും എന്നുള്ളതിന് അറിയത്തില്ല. അത് നമ്മൾ ചിന്തിക്കേണ്ടത് അതനുസരിച്ച് ദേശം പുരോഗമിക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് പോകാതെ ആ പുരോഗതിക്കനുസരിച്ചുള്ള നന്മകൾ അനുഭവിപ്പാൻ നേരായ രീതിയിലും പരമാർത്ഥമായ രീതിയിലും ശരിയായ രീതിയിലും സമ്പത്ത് ഉണ്ടാക്കുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അതിനുള്ള ചിന്തകളും നമ്മൾ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതിന് തർക്കമില്ല. അതുകൊണ്ട് പലപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ സ്ഥലങ്ങളൊക്കെയും വിറ്റ് പോവുകയാണെങ്കിൽ കുറച്ച് സ്ഥലം ഇവിടെ ഇട്ടിട്ടേ എന്ത് ചെയ്യാവുള്ളൂ, വിൽക്കാവുള്ളൂ. കാരണം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു വന്നൊരു വീടൊക്കെ പണിത് അതിപ്പം വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് തന്നെ മക്കളുടെ മക്കൾക്ക് താമസിക്കാനും ഇടയായി തീരണം. കാരണം താഴ്വാര പ്രദേശങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഏറ്റവും ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റിയ ഒരേ ഒരു ഇടം എന്ന് പറയുന്നത് ഇതായിരിക്കും, മലയുടെ മുകളിൽ ആയിരിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. മലമുകൾ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പാർത്തിരുന്ന ഒരു ഏരിയയാണ് മലമുകൾ. എല്ലാ മലമുകളും ജനങ്ങൾ എവിടെയെല്ലാം ആദ്യകാലങ്ങളിൽ താമസിച്ചിരുന്നു അവരെല്ലാം താമസിച്ചിരുന്നത് മലമുകളിലാണ്. മലമുകളിലല്ലാതെ താഴ്വാരങ്ങളുള്ള ആളുകളുടെ താമസം പറഞ്ഞാൽ അത് വേറെ ഒരു രീതിയാണ്. കാരണം ഏറ്റവും സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ ഇടം എന്ന് പറയുന്നത് അതാണ് മലമുകൾ എന്ന് പറയുന്നത്. കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് താമസിക്കാൻ പറ്റിയ ഒരിടമാണ് മലമുകൾ എന്ന് പറയുന്നത്. നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളും പല സ്ഥലങ്ങളും നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആളുകൾ താമസിക്കുന്ന ഗ്രാമങ്ങളിലാണ്. ആ ഗ്രാമങ്ങളിൽ ഒരു കൂട്ടം ആൾക്കാരെ കാണത്തുള്ളൂ. ഭൂരിപക്ഷവും ഒറ്റ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കാണത്തുള്ളൂ. പിന്നെ കുറേ ദൂരം കഴിയുമ്പോഴായിരിക്കും വേറൊരു ഗ്രാമം, ഒരുപക്ഷെ അത് വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ. കാരണം അതായിരുന്നു അന്നത്തെ പിള്ളേർ പറയുന്നുള്ള സെറ്റപ്പ് അങ്ങനെയായിരുന്നു. കാരണം ദേശങ്ങൾ പിടിച്ചടക്കാൻ അന്ന് കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയിൽ ആയുധം പ്രയോഗിക്കാൻ കഴിവും ബുദ്ധിയും സാമർത്ഥ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ദേശം പിടിച്ചടക്കുന്ന അവിടെയുള്ള ജനത്തെ ഓടിച്ചാണ് ഒന്നെങ്കിൽ ഓടിച്ചു കളയും അല്ലെങ്കിൽ നിഷ്കരണം കൊന്നൊടുക്കും.
ആ ദേശത്തോട്. അപ്പോൾ അങ്ങനെയുള്ള പിടിയിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നേരിടാൻ നമുക്ക് സാധിക്കണം. അത് ഒരു പിടിച്ചു നിൽപ്പിൻ്റെ ഭാഗമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതൊരു യുദ്ധതന്ത്രം ആണ് എന്നും പറയാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ പിതാക്കന്മാർ ഇവിടെ അവരുടെ സഞ്ചാര കാലഘട്ടത്ത് അവർ ഇവിടെ ആജീവനാന്തം ഇവിടെ നിന്ന് താമസിച്ച ആൾക്കാരല്ല. അവർ പല പ്രദേശങ്ങളിൽ നിന്ന് നൂറ്റാണ്ടുകളോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പോ ഓരോ ദേശം വിട്ടുവിട്ടു ഇങ്ങനെ കടന്നു നടന്ന് സഞ്ചരിച്ച് വന്ന ആൾക്കാരാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. ഹെൻറി ബേക്കർ ജൂണിലൂടെ സുവിശേഷം ഇവിടെ എത്തി. അത് നമ്മുടെ ചരിത്രമാണ്. അത് നമുക്ക് ഗുണമാണ്, അനുഗ്രഹമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. 175 വർഷം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ അന്നത്തെ സ്ഥിതി എന്നാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കേരളം നമ്മൾ ഈ പറയുന്ന പോലെ അന്ന് കേരളം ഇല്ല. നമുക്ക് കേരളം ഉണ്ടായതെന്നാണ് നമുക്കറിയാം അല്ലേ? കേരളം ഉണ്ടായത് കേരളപ്പിറവിയിലാണ്. അതിനു മുമ്പ് കേരളമില്ല. അതിനു മുമ്പ് തിരുവിതാംകൂറാണ്. തിരുവിതാംകൂർ പിന്നീട് തെക്കും കൂറും വടക്കും കൂറുമായി മാറി അല്ലേ? കൊച്ചിയെ വേണാടായി. ഒത്തിരി രാജ്യങ്ങളുണ്ടായിരുന്നു ഈ കൊച്ചു കേരളം. അതുകൊണ്ട് നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ ആ ഒരു സങ്കല്പമല്ല ഒരു 100 വർഷത്തിന് മുമ്പ് ഉള്ളത്. ഇന്ത്യ എന്നുള്ള സങ്കല്പം അത് ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ചയുടെ ഭാഗമായിട്ടാണ്. കോളനി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഭരണസമ്മതത്തിലാണ് അത് വന്നത്. അതും ഇന്നത്തെ ഇന്ത്യയല്ല, പാകിസ്ഥാനും ബർമയും ഒക്കെ ഉൾക്കൊള്ളുന്ന വളരെ വിശാലമായ ഒരു ഇന്ത്യയായിരുന്നു. ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടായിട്ട് അത് 75 വർഷം അല്ലെങ്കിൽ 76 വർഷമേ ആയ. 47-ലാണ് അതുണ്ടായത്. അതിനു മുമ്പ് ഇന്നത്തെ ഇന്ത്യയും. അങ്ങനെയാണെങ്കിൽ 100 കണക്കിന് വർഷം നമ്മുടെ പിതാക്കന്മാർ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ രക്ഷാനുഭവത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയും എന്ന് പറയുന്ന രീതിയിലല്ല. വളരെ വളരെ വ്യത്യാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യാസങ്ങളാണ്. നമ്മളും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ വ്യത്യാസത്തിൽ നമ്മൾ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുക. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യം ഇതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരണം, ദൈവത്തെ ആരാധിപ്പാനും ഇടയായിത്തീരണം. ഒരുപക്ഷെ മിഷണന്മാരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ വന്നിരുന്നില്ല എങ്കിൽ നമ്മളൊക്കെ വേറൊരു രീതിയിലായി പോകുമായിരുന്നു എന്നുള്ളത് കാര്യത്തിന് യാതൊരു സംശയവും. കാരണം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതെ നമ്മൾ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചു, യേശുവിനെ ദൈവത്തെ കണ്ടെത്തി. പിതാക്കന്മാരുടെ സംശയങ്ങൾക്ക് നിവാരണം വന്നതുകൊണ്ട് അവർ ആ മാർഗത്തിൽ അവരെ മാറി അവരുടെ പഴയ മാർഗങ്ങൾ ഉപേക്ഷിച്ചു. പുതിയൊരു രീതി അവർ ഉണ്ടാക്കി. അങ്ങനെ ആ രീതി ഉണ്ടാക്കിയ പുതിയൊരു വിശ്വാസപാത സ്വീകരിച്ച അവരെ ഇവിടെ ഒരു ആരാധന തുടങ്ങിയിട്ട് 136 വർഷം. ഓർക്കുക, ദൈവം വഴി നടത്തിയ വിധങ്ങളെ അതെല്ലാം ഓർത്തും ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വളരെ ചുരുക്കമായിട്ടുള്ള ഏതാനും കാര്യങ്ങൾ അതിന് സമയത്ത് പറയട്ടെ. ഒന്ന്, ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ യാക്കോബിൻ്റെ അല്ലെങ്കിൽ സെൻറ്റ് ജെയിംസ് നാമത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പോസ് നാമമാണ്. അതെങ്ങനെയാണ് പേര് നമുക്ക് കിട്ടിയതെന്ന് എനിക്ക് അതിൻ്റെ ചരിത്രം പറയാൻ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയത്തില്ല. നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതലായിട്ട് അറിയാമായിരിക്കും. അതുകൊണ്ട് അത് വിടുകയാണ്. ആ പേര് മാത്രം നമുക്ക് നോക്കാം. ഈ പേരുകൾ വേദവസ്തുത്തിൽ പലയിടത്തുമുണ്ട്. പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. അത് ഒരാളല്ല, പല ആൾക്കാരുടെ പേരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ വിശുദ്ധ ജെയിംസ് എന്നും വിശുദ്ധ ഫിലിപ്പോസ് എന്നും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കണം എന്നുള്ളതിന് തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ പേരുകൾ ആദ്യമേ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് കാണുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്. ഒന്നാമൻ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരൻ അന്ത്രയോസ്, സെബെദിയുടെ മകൻ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, ചുങ്കക്കാരൻ മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്, തദ്ദായി, ശിമോൻ, യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂദ. അതിനകത്ത് തന്നെ 2 യാക്കോബ് പറയുന്നുണ്ട്. ഞാൻ യാക്കോബ് എന്നുള്ള പേര് പറയാൻ വേണ്ടി മാത്രമാണ് അവിടെ പറഞ്ഞത്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ആദ്യം രക്തസാക്ഷിയായിട്ട് തീർന്നത് യാക്കോബാണ്. യാക്കോബ് അപ്പസ്തലനാണ് ആദ്യം രക്തസാക്ഷിയായിട്ട് തീർന്നത്. ഫിലിപ്പോസിനെ കുറിച്ച് ചേർത്ത് ഞാനെന്ന് പറയട്ടെ.
യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വേദോസം സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ സഭാ കൗൺസിലിൻ്റെ അധ്യക്ഷൻ യാക്കോബായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സഭസ്ഥാപിതമായിരിക്കുന്ന യാക്കോബ് എന്ന് പറയുന്നത് നമ്മൾ വെറും യാക്കോബ് എന്ന് പറഞ്ഞു പോകരുത്. അദ്ദേഹം ഒരു സഭാ കൗൺസിലിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു. ചില സഭകൾ പറയുന്നു പത്രോസ് അപ്പോസ്തലനാണ് അതിനെ പറയുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ യാക്കോബ അപ്പോസ്തലൻ തന്നെയാണ് ആദ്യത്തെ അധ്യക്ഷനായത്. പിന്നീടാണ് പത്രോസ് അപ്പോസ്തലൻ എന്ത് ചെയ്യുന്നത് പ്രാധാന്യം വരിക. അങ്ങനെ രണ്ട് പാരമ്പര്യങ്ങൾ ഉണ്ടായത് നമുക്ക് കാണാൻ സാധിക്കും. അത് സഭയിലെ മറ്റൊരു ചരിത്രമാണ്. ഓക്കെ, ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളിലാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 30-ാം വാക്യം 31 വാക്യങ്ങൾ ഞാൻ വായിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 8, 30, 31. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടി ഇരിക്കണം എന്നപേക്ഷിച്ചു. തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാകും. അർപ്പാൻ ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും. ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളഞ്ഞുവല്ലോ. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടി ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ആത്മീയവും ഭൗതികമായ ജീവിതത്തിൻ്റെ ഗുണീകരണത്തിന്, ശക്തീകരണത്തിന് ഞങ്ങളുടെ സ്വന്തം ഭാഷയിൽ അങ്ങയുടെ മഹത്വമേറിയ വചനങ്ങൾ എഴുതിച്ച് തന്നിരിക്കുന്നതിനായി നമ്മുടെ സ്തോത്രം. അത് ദിനംതോറും വായിച്ച് ധ്യാനിച്ച് അതിൻ പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള സഹായിക്കണം. ഞങ്ങളുടെ സഭയുടെ 136ാമത് വാർഷിക പെരുന്നാളിൻ്റെ, പ്രതിഷ്ഠാദിന പെരുന്നാളിൻ്റെ പ്രാരംഭ ആരാധന ഞങ്ങളായിരിക്കും. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളും ഒരുപോലെ അനുഗ്രഹിക്കണം. വചനം പറയുന്ന ബലഹീനനായ അടിയനോട് കരുണയുണ്ടാകും. അദ്ദേഹം പറയുന്നതിനപ്പുറമായ ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കും. മഹത്വം മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് നോക്കാം. പ്രതിഷ്ഠാദിന പെരുന്നാളാണ്. അതിനുള്ള വേദഭാഗങ്ങളാണ് വായിക്കപ്പെട്ടിരിക്കുന്നത്. പ്രതിഷ്ഠാ പെരുന്നാളിൽ ഈ ഭൂമിയിലെ ആദ്യത്തെ സ്ഥിരമായിട്ടുള്ള ദൃശ്യമായ ആലയത്തിൻ്റെ പ്രതിഷ്ഠ സൊളോമോൻ രാജാവ് അത് പണി പൂർത്തീകരിച്ചതിന് ശേഷം പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പാഠമായിട്ട് വായിച്ച, ഒന്നാം പാഠമായിട്ട് വായിച്ച് കേട്ട വേദഭാഗം. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലയം, ദൈവത്തെ ഒരു ആലയത്തിൽ ഒതുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് ജ്ഞാനിയായ ശലോമോൻ മനസ്സിലാക്കിക്കൊണ്ട് പറയാണ്, ദൈവമേ, നീ ഈ പ്രപഞ്ചത്തെയും കാണുന്നതിനെയും കാണപ്പെടാത്തതിനെയും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്വർഗത്തിലും ഭൂമിയിലും ഒതുക്കാൻ പറ്റാത്ത ഒരു ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ നിന്നെ ഒതുക്കാം എന്ന്, നീ താമസിക്കും എന്ന് എനിക്ക് യാതൊരു നിശ്ചയവുമില്ല, പറ്റത്തില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഞാൻ പണിതിരിക്കുന്ന ആലയത്തിൽ നിന്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതാണ് പ്രാർത്ഥന. ആ സാന്നിധ്യത്തിൽ വന്ന് ഒരുവൻ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നീ കേൾക്കണം. അത് ഇസ്രായേലിലുള്ളവൻ അല്ലെങ്കിലും വേറൊരു ജാതിക്കാരനാണെങ്കിലും ആ പ്രാർത്ഥന നീ കേൾക്കണം. ദേവാലയത്തിൽ ഉള്ളിൽ വന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെയും ദേവാലയത്തിൻ്റെ വാതിക്കൽ നിന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെയും ദേവാലയത്തെ നോക്കി പ്രാർത്ഥിക്കുന്നവൻ്റെയും ദേവാലയത്തിൻ്റെ ദിക്ക് നോക്കി പ്രാർത്ഥിക്കുന്നവൻ്റെയും പ്രാർത്ഥന ദൈവമേ നീ കേൾക്കണം. കേട്ട് ഉത്തരം അരുളണം. വളരെ വളരെ ശ്രദ്ധേയമായ, വളരെ വളരെ വിശേഷപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് 9-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവം മറുപടി കൊടുക്കുന്നത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട്,
നീ അപേക്ഷിച്ചതെല്ലാം ഞാൻ സാധിച്ചു തരും. എൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും എപ്പോഴും ആലയത്തിൽ ഇരിക്കും. ആലയം ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം പണിതപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം കാണിച്ച മാതൃക പ്രകാരമാണ് യെരുശലേം ദേവാലയം പണിയപ്പെട്ടത്. അതിലെ പണിത ഓരോ ആൾക്കാർക്കും അതിന് നിർദ്ദേശങ്ങൾ ലഭിച്ചതെല്ലാം ഉയരത്തിലെ ദൈവത്തിൽ നിന്നാണ്. വിശേഷ ബുദ്ധി നൽകി ദൈവം അവരെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തി അവരെ കണ്ടെത്തി നിയമിക്കുന്ന ഉത്തരവാദിത്വം മാത്രമേ സലോമോനും ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടായിരുന്നുള്ളൂ എന്നത് ശ്രദ്ധേയം. ദേവാലയത്തിലെ ഒരു സംഗതിയും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ, സലോമോന് ദൈവം കാണിച്ച മാതൃക പ്രകാരമല്ലാതെ മറ്റു വിധത്തിൽ ആയിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. നിസ്സാരം ദേവാലയത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന, അവിടെ യെരുശലേം ദേവാലയത്തിൽ ഉപയോഗിക്കേണ്ട കർട്ടൻ അല്ലെങ്കിൽ തുണിയുടെ കളറും അതിലുപയോഗിക്കേണ്ട നൂലും അതെല്ലാം എന്ത് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു. ദേവാലയത്തിൻ്റെ നീളം, ദേവാലയത്തിൻ്റെ പൊക്കം, ദേവാലയത്തിൻ്റെ വീതി, അത് ഉപയോഗിക്കേണ്ട ഭിത്തികൾ നിർമ്മിക്കേണ്ട സംഗതികൾ എന്തുകൊണ്ട് പൊതിയണം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരുന്നു എന്നത് പറഞ്ഞു. അങ്ങനെ ദൈവനിർദ്ദേശം അനുസരിച്ച് മാതൃകപ്രകാരം പണിയപ്പെട്ട ആലയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത്രയും മഹത്വമുള്ള ഒരു ആലയം അതിനു മുമ്പോ അതിനുശേഷമോ ഉണ്ടായിട്ടില്ല എന്നാണ്. ദേവാലയത്തിൻ്റെ അകം തങ്കവും സ്വർണവും കൊണ്ടായിരുന്നു പൊതിഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. ഭിത്തിയൊക്കെ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു. അല്ലേ, നമ്മളിപ്പോൾ വളരെ പാടുപെട്ട് എന്ത് ചെയ്തു, വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അല്ലേ. ഇത് ഇത്രയും നമുക്ക് പാടുപെട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ, പണം നമുക്ക് ചെലവഴിക്കുന്നതെങ്കിൽ, അധ്വാനം ചെലവഴിക്കുന്നതെങ്കിൽ, അന്ന് 7 വർഷം കൊണ്ട് ഈ ദേവാലയം പണി തീർത്തപ്പോൾ, യെരുശലേം ദേവാലയം പണി തീർത്തപ്പോൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരുന്ന സംഗതികൾ തനിത്തങ്കവും പൊന്നും സ്വർണവും വിശേഷപ്പെട്ട കല്ലുകളും ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അത് ആദ്യത്തെ ദൃശ്യമായ ആലയമാണ്. മറ്റു കാര്യങ്ങൾ ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ധാരാളം കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അതുകൊണ്ട് ദേവാലയം മനോഹരമാക്കി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അല്ലേ. സഭാമക്കളാണ് അത് ചെയ്യുന്നത്, അവരുടെ കടമയാണ്. അതിനുള്ള അനുഗ്രഹം എന്ത് ചെയ്യും? ദൈവം അവർക്ക് കൊടുത്തു. പള്ളിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിക്കരുത് ദയവായിട്ട് അല്ലേ. നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഒരു കാഴ്ചപ്പാടിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മളെന്തേലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഉടനെ ചോദിക്കും, പള്ളി ഞങ്ങൾക്ക് എന്താ ചെയ്തത്? പള്ളി ഞങ്ങൾക്ക് എന്താണ് ചെയ്തത്? മഹാടവ ഞങ്ങൾക്ക് എന്താണ് ചെയ്തത്? സഭ ഞങ്ങൾക്ക് എന്ത് ചെയ്തു അല്ലേ. സഭ എന്തെങ്കിലും ചെയ്തതായിട്ട് പറയുന്നില്ല വേറെ ദിവസം വായിക്കുന്നു. സഭയ്ക്ക് വേണ്ടി ചെയ്തതിനെ പറയുന്നു അല്ലേ. അതിൻ്റെ അനുഗ്രഹം എന്ത് ചെയ്തിട്ടുണ്ട്? അനുഗ്രഹം അവർക്ക് ദൈവമാണ് കൊടുത്തതെന്നാണ് രേഖപ്പെടുത്തിയത്. ദൈവമാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ശക്തമായിട്ട് പറയുന്നത്, ദൈവത്തിന് നേരുകയും നിവർത്തിക്കുകയും ചെയ്തു. ദൈവത്തിന് നേരുകയും നിവർത്തിക്കുകയും ചെയ്യും. ദേവാലയമായിട്ട് ബന്ധം ഒത്തിരി കാര്യങ്ങൾ പറയുകയാണ്. പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ദേവാലയത്തിൻ്റെ അകത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? ഇവിടെ വന്നൊരാൾ പ്രാർത്ഥിക്കണമെങ്കിൽ, നിങ്ങൾ അവിടെ ഇരുന്ന ഒരാൾ പ്രാർത്ഥിക്കണമെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം അല്ലേ. ഇല്ലേ, പറ്റത്തില്ല. ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ ഹൃദയത്തിൽ പറയുന്ന കാര്യം, ഞാൻ എൻ്റെ ചുണ്ടുകൊണ്ട് പറയുന്ന ശബ്ദത്തിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും നമ്മെ കാണാനും പ്രാപ്തനായ ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മളിവിടെ വരത്തുള്ളൂ അല്ലേ. അത് വിശ്വസിച്ച് വേണം വരാൻ. അതുകൊണ്ട് നിങ്ങളിതിൽ റോഡയൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം? ചില പള്ളിക്കാർക്ക്, ചില സഭക്കാർക്ക് അങ്ങനെ ഒരു പഠിപ്പീരുണ്ട്. നമ്മൾക്ക് അങ്ങനെ ഒരു പഠിപ്പീരില്ല. CSAക്കാർ മറ്റ് പല സഭാഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു പള്ളി കടന്നു പോയാൽ അവരെന്ത് ചെയ്യും? ഒരു കുരിശ് വരെ അല്ലേ, തലേന്ന് മണിക്ക് ഒരു കുരിശ്. അല്ല, പള്ളിയൊന്നും വേണ്ട, ഒരു കുരിശും തൊട്ടി കടന്നു പോയാൽ എന്ത് ചെയ്യും? അന്നേരം അവർ അതവരെ പഠിപ്പിക്കില്ല. അങ്ങനെ ചെയ്യണമെന്നാണ്. അങ്ങനെ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകങ്ങളുള്ളടത്ത് എന്ത് ചെയ്യരുത്? അത് കണ്ടില്ല എന്ന് നടിച്ച് എന്ത് ചെയ്ത് പാസ് ചെയ്ത് പോകരുതെന്നാണ് അവരെ പഠിപ്പിക്കുക. ദേവാലയം കണ്ടാൽ, കുരിശും തൊട്ടി കണ്ടാൽ, ഒരു അച്ഛൻ വരുന്നത് കണ്ടാൽ എന്ത് ചെയ്യണം? അത് വണങ്ങണം എന്നവരുടെ നിർബന്ധമാണ്. പഠിപ്പിക്കലാണ്. നമുക്കങ്ങനെ പഠിപ്പിക്കില്ല. നമ്മൾ അതെല്ലാം കഴിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരായതുകൊണ്ട് അത് നമുക്ക് പ്രശ്നമല്ല അല്ലേ. അതിനെക്കുറിച്ച് കൂടുതലാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് അതാണ് അതിൻ്റെ ഒരു പഠിപ്പിക്കൽ. ഇവിടെ നമ്മൾ സാധാരണ നമ്മുടെ രീതി ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട 2-3
സിമ്പിൾസ് നമ്മുടെ ആലയത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് കുരിശ് ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലേ, അതാണ്. പിന്നെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്, വചനമാണ്, ദൈവത്തിൻ്റെ വചനം. പിന്നെ അതിലൊക്കെയും ഏറ്റവും ശ്രേഷ്ഠമായ സിമ്പിൾ എന്ന് പറയുന്നത് അവിടെ കർത്തൃമേശയിലിരിക്കുന്ന കാസായിലും പീലാസായിലും ഇരിക്കുന്ന അപ്പവീഞ്ഞുങ്ങളാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അത് അത്രയും കാര്യങ്ങളുണ്ട്. അത് ഇവിടെ ഇരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അപ്പം അതിനെ എന്ത് ചെയ്തിട്ട് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുതെന്ന് പറയും. അതാണ് അപ്പം ഒക്കെ എടുത്ത് വാഴ്ത്ത് നുറുക്കുമ്പോൾ എന്ത് ചെയ്യരുത്, അച്ഛന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്, ഓടി നടക്കരുതെന്ന് പറയാം. ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അത് ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്, അതിനെ മാനിക്കാതെ എന്ത് ചെയ്യരുത്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുത്. അതാണ് തത്വം. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഓടരുത്. അതാണ് എൻ്റെ പഠിപ്പിക്കൽ. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ആലയം വളരെ ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കാരണന്മാരൊക്കെ അവർ പലപ്പോഴും എന്ത് ചെയ്യുന്നു, പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് കയറാറല്ലേ, പ്രാർത്ഥിച്ച് വളരെ ഭക്തിയോടെയാണ് കയറുന്നത്. നല്ലൊരു കീഴ്വഴക്കമാണ്. അവർക്കറിയാം ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്, ഞാൻ അങ്ങോട്ടാണ് കയറുന്നത്. അത് നമ്മൾക്കും നമ്മുടെ തലമുറയ്ക്കും ഉണ്ടാകട്ടെ എന്ന് ഈ പ്രതിഷ്ഠാദിന പെരുന്നാൾ ഞാൻ ആശംസിക്കും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ഞാൻ കൊണ്ടുവരട്ടെ. ഫിലിപ്പോസിനെയാണ് നമ്മുടെ ശ്രദ്ധ. ഫിലിപ്പോസ് എന്ത് ചെയ്തു? ഫിലിപ്പോസ് അങ്ങനെ പോകുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ്റെ ഒരു പ്രത്യേകമായ വെളിപ്പാടുണ്ടായിട്ട് ഫിലിപ്പോസിനോട് പറയാണ്, ഫിലിപ്പോസേ നീ എന്ത് ചെയ്യണം, നീ ആ തേരിനോട് ചേർന്ന് നടക്കണം എന്ന് പറയും. തേരിനോട് ചേർന്ന് നടക്കണം. യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനദേശത്തെ വഴിയിലൂടെയാണ് പോകുന്നത്. അവിടെ പോയപ്പോൾ എത്യോപ്യ രാജ്ഞിയുടെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ആളും അതുപോലെ തന്നെ ഷണ്ണനും ആയ വളരെ പ്രധാനപ്പെട്ട മഹാനായ ആൾ തേരിലിരുന്ന് യെരുശലേമിൽ വന്ന് നമസ്കരിച്ചതിന് ശേഷം തിരികെ പോവുകയാണ്. തിരികെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, വേദപുസ്തകം എന്ത് ചെയ്യാണ്, ചുരുൾ എന്ത് ചെയ്യാണ്, വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞ്, നീ എന്ത് ചെയ്യണം, നീ ആ തേരിനോട് ചേർന്ന് നടക്കണം. തേരിനോട് ചേർന്ന് നടക്കുമ്പോൾ ഫിലിപ്പോസ് കേട്ടു. ഫിലിപ്പോസ് ഓടിയാണ് ചെല്ലുന്നത്. കേട്ടു. യെശയ്യാപ്രവാചകന്റെ പുസ്തകമാണ് വായിക്കുന്നത്. നമ്മൾ അല്പം മുമ്പ് അത് വായിച്ചതാണ്. വായിച്ചിരിക്കുന്ന അത് കേട്ടപ്പോൾ ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു? ഉള്ള സത്യം ഈ ഷണ്ണൻ പറഞ്ഞു. നമ്മൾ ഷണ്ണൻ എന്ന് പറഞ്ഞാൽ തീരെ മോശപ്പെട്ട ഒരാളെന്നാണ് ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നുന്നത്. അല്ല, അദ്ദേഹം രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. എത്യോപ്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. രാജ്ഞിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ്. അവൻ തേരിൽ ഇരുന്ന് എന്ത് ചെയ്യുന്നു, അവന് മറ്റാൾക്കാരൊക്കെ ധാരാളം കാണും അവൻ്റെ കൂടെ. യെരുശലേമിൽ വന്ന് നമസ്കരിച്ചതിന് ശേഷം തിരികെ പോവുകയാണ്. അവൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കില്ല. അവൻ തേരിലിരുന്ന് എന്ത് വായിച്ചു? ദൈവത്തിൻ്റെ വചനം വായിച്ചു പോകുമ്പോഴാണ് ഇത് പറയുന്നത്. ഫിലിപ്പോസിൻ്റെ ചോദ്യം അവന് ഇഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകും, അറുപ്പാനുള്ള ആടിനെ പോലെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് എനിക്കൊന്നുമേ മനസ്സിലായി. നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ കുറെ പറയാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ തേരിൽ കയറി ഇരിക്കുക, ഇതിനെക്കുറിച്ചൊന്ന് പറയാം. അവിടെ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുക. അവർ തമ്മിലുള്ള സംഭാഷണം പറയുന്നുണ്ട്. വെള്ളമുള്ള സ്ഥലത്ത് ചെന്നപ്പോൾ എന്ത് ചെയ്തു? വെള്ളമുള്ള സ്ഥലത്ത് ചെന്നപ്പോൾ ഷണ്ണം പറഞ്ഞു, ഇതേ വെള്ളം, ഞാൻ സ്നാനപ്പെടാനായിട്ട് ആഗ്രഹിക്കും. ഫിലിപ്പോസ് ചോദിച്ചു, നിനക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഉടനെ അവിടെ സ്നാനപ്പെടുത്തി. ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തിയപ്പോൾ ദൈവത്തിൻ്റെ വലിയ സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സന്തോഷം ഷണ്ണനിലുണ്ടായി. അവൻ സന്തോഷിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഫിലിപ്പോസിനെ കണ്ടില്ല. ഫിലിപ്പോസ് പോയി. പരിശുദ്ധാത്മാവിൻ്റെ ചെയ്തു ഫിലിപ്പോസിനെ മറ്റു വഴിക്ക് കൊണ്ടുപോയി. ഷണ്ണൻ ഫിലിപ്പോസ് പോയല്ലോ എന്ന് ദുഃഖിച്ചു പോയി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അവൻ മഹാസന്തോഷത്തോടെ എന്ത് ചെയ്തു? തിരികെ അവൻ്റെ നാട്ടിലേക്ക് പോയി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വിശുദ്ധനായ ഫിലിപ്പോസിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന, വിശുദ്ധനായ യാക്കോബ അപ്പോസ്തലന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ആലയത്തിൽ ആരാധനയ്ക്കായിട്ട് കൂടി വരുന്ന സഭാമക്കളാണ്. ചോദ്യം ഇതാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ അഡീഷണൽ ചേർത്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ. ഷണ്ണൻ തേരിലിരുന്ന് എന്ത് ചെയ്തു? വചനം വായിച്ചു. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ വചനം വായിക്കുന്നുണ്ടോ? നമ്മുടെ സ്വന്തം കയ്യിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് എഴുതി കിട്ടിയിട്ടുണ്ട്.
ഇത് നമ്മൾ വായിക്കുന്നു. അടുത്ത ചോദ്യം, വായിക്കുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നു? വായിക്കുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നു? വചനം വായിക്കുന്നുണ്ടോ? വായിക്കുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? വചനം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്ന് ഷണ്ണൻ കൃത്യമായിട്ട് എന്ത് ചെയ്തു? ഫിലിപ്പോസിനോട് പറഞ്ഞു. വേദവസ്തം വായിക്കുമ്പോൾ ഒരു പ്രാർത്ഥന അതിൻ്റെ അകത്തുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കാർഡ് പ്രകാരം വായിക്കുമ്പോൾ ഒരു പ്രാർത്ഥന അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ വേദവസ്തം വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആരാധന പുസ്തകത്തിൽ അതില്ല. സൗത്ത് കേരളയുടെ ആരാധന പുസ്തകം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ദൈവവചനം വായിക്കുമ്പോൾ അത് മനസ്സിലാകണമെന്ന് പറഞ്ഞ പ്രാർത്ഥന ഈ പാഠം വായിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. വചനം വായിച്ച് കേൾപ്പിക്കുമ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ആദ്യം പ്രാർത്ഥിക്കുന്നു. അതിനുശേഷമാണ് 1, 2 പാഠങ്ങളൊക്കെ വായിക്കുന്നത്. ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് വേദവസ്തം വായിക്കുമ്പോൾ, ദൈവമേ അങ്ങയുടെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണേ. അത് ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ വചനത്തെ അത്ഭുതങ്ങൾ കാണാൻ എന്ത് ചെയ്യണം? അത് നമ്മുടെ കണ്ണുകളെ പ്രകാശിക്കും. കണ്ണ് പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിൽ മറഞ്ഞിരിക്കുന്ന ആന്തരിക അർത്ഥങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പ്രാപ്തി ഉണ്ടാകണം എന്നാണ്. അത് ഒറ്റ വായനയിൽ എന്ത് ചെയ്യണമെന്നില്ല, വായിച്ച് മനസ്സിലാക്കണമെന്നില്ല, അത് വായിച്ച് ഗ്രഹിക്കാൻ. ചോദ്യം ഇതാണ്, നമ്മൾ വേദവസ്തം വായിക്കുന്നത് ഇത് എല്ലാ കാലത്തേക്കും എഴുതപ്പെട്ടിരിക്കുന്നതാണ്. 2025 എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നു. 2050 വരാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്ത് എഴുതപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ 2100 ആണെങ്കിൽ ആ കാലഘട്ടത്തിലും, ഇനിയിപ്പോൾ 3000 വർഷത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? അന്നുള്ള ആൾക്കാർക്കും വേണ്ടിയും കൂടെ എഴുതപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ കാലഘട്ടങ്ങളിൽ ആ തലമുറയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് വായിച്ച് മനസ്സിലാക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്, ഇതിൻ്റെ സംഭവങ്ങൾ എന്ന് പറയുന്നത്, നമ്മളോട് പറയാനുള്ള സന്ദേശങ്ങൾ എന്ന് പറയുന്നത്, ഓരോരോ തലമുറയ്ക്ക് ആവശ്യമായുള്ള സന്ദേശം എന്ന് പറയുന്നാൽ അത് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ആലേഖനം ചെയ്തിരിക്കുന്നത്. ചിലത് പദ്യരൂപത്തിലാണ് ചില എഴുതിയിരിക്കുന്നത്, ചിലത് ഗദ്യരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്, ചിലത് ചരിത്രമാണ് എഴുതിയിരിക്കുന്നത്, ചിലത് ആൾക്കാരുടെ ജീവിതത്തിൻ്റെ വളരെ വളരെ നഗ്നമായ സത്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്, അവരുടെ ജീവിത സ്വഭാവങ്ങളെക്കുറിച്ച്. ചിലത് എഴുതിയിരിക്കുന്നത് ചിലരുടെ വളരെ ഹൃദയം നുറങ്ങിയുള്ള പ്രാർത്ഥനയാണ്. അവരുടെ പാപങ്ങൾ ഏറ്റുപറയുന്ന കാര്യങ്ങളാണ് രേഖപ്പെടുത്തി. എന്തെല്ലാം കാര്യങ്ങൾ, അതെല്ലാം ആ ചരിത്രത്തിൻ്റെ അതാത് ഭാഗങ്ങളിൽ നിന്ന് കുറിച്ച് വെച്ചിരിക്കുക. ഓരോ തവണ വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് എന്താണ് ദൈവം നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായതുകൊണ്ട് എന്ത് ചെയ്യും? അത് ഏത് കാലത്തും വായിക്കുന്ന ആൾക്കാർ സഹായം ചോദിച്ചാൽ എന്ത് ചെയ്യും? അത് വെളിപ്പെട്ടു കൊടുക്കും. ഇവിടെ ഷണ്ണൻ ഫിലിപ്പോസിൻ്റെ അടുത്ത് ചോദിക്കുന്നു, നിനക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, നീ എന്ത് ചെയ്യണം? നീ എന്നോടുകൂടെ തേരിൽ കയറിയിരിക്കും. അത് വളരെ ഫലകരമായി തീർന്നു എന്ന് കാണാൻ സാധിക്കും. ഫിലിപ്പോസ് ഓടിച്ചെന്ന് കയറിയതല്ല, ദൈവനിയോഗത്താൽ എന്ത് ചെയ്തതാണ്? ഫിലിപ്പോസിനെ പറഞ്ഞു വിട്ടതാണ്. അവിടെ ചെന്നപ്പോഴോ ഷണ്ണൻ പറയുന്നു, നിനക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്ന് ഞാൻ കരുതുന്നു, അതുകൊണ്ട് നീ എന്നെ സഹായിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇങ്ങനെ വെറുതെ വായിച്ചു പോകാൻ എനിക്ക് താല്പര്യമില്ല, ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ അർക്കാനുള്ള ആടെന്നൊക്കെ പറയുന്നത് ഞാനാണോ അതോ നീയാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ ഇന്ന് പറഞ്ഞു തരുന്നത് നന്നായി എന്ന് പറഞ്ഞു. വെള്ള സ്ഥലത്ത് ചെന്നപ്പോൾ എന്താണോ അത്രയും നേരം പറഞ്ഞത് ഈ വചനത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞപ്പോൾ, ഏതാനും നാളുകൾക്ക് മുമ്പ് ക്രൂശിക്കപ്പെട്ടവൻ ഈ കർത്താവാണ്, ദൈവപുത്രനാണെന്നുള്ള വെളിപ്പെടുത്തൽ ആർക്കുണ്ടായി? ഈ ഷണ്ണനുണ്ടായി. അവനത് വിശ്വസിച്ചു. വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവന് വിശ്വാസമായിട്ട് തീർന്നു. അവൻ പറഞ്ഞു, എനിക്ക് കർത്താവിൻ്റെ പക്ഷം ചേരണം, ഞാൻ സ്നാനപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കിയ നമ്മുടെ പിതാക്കന്മാർ ഇന്നേക്ക് 175ഓളം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ സ്വീകരിച്ചു. അതിൻ്റെ സന്തതി പരമ്പരകളാണ് ഞാനും നിങ്ങളും. തലമുറകൾ മാറിപ്പോയി. തലമുറകൾ കഴിഞ്ഞ് വരുമ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പുതിയ തലമുറ വരുമ്പോൾ എന്ത് ചെയ്യണം? വിശ്വാസം അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. വിശ്വാസ കൈമാറ്റം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടിയാണ് പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പെരുന്നാളുകൾ, ഉത്സവങ്ങൾ ദൈവം നിശ്ചയിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. പെരുന്നാളുകളിലെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ചുരുളുകൾ, ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ട് എന്ത് ചെയ്യുക? അത് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുക, വ്യാഖ്യാനിക്കുക.
അതന്നേരം അവിടെ കൂടി വരുന്ന കേൾക്കാനും ഗ്രഹിക്കാനും പ്രാപ്തിയുള്ള എല്ലാ ആൾക്കാരും അത് കേൾക്കും. അത് അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു ദിവസമൊന്നുമല്ല, ഒരാഴ്ചയോളം മിക്കവാറും എന്ത് ചെയ്യുമായിരുന്നു, ആ പെരുന്നാൾ നടന്നിരുന്നു. എല്ലാ ദിവസങ്ങളും എന്ത് ചെയ്യുമായിരുന്നു. അന്നേരം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് തിരുവചനം വായിക്കുക, വ്യാഖ്യാനിക്കുക. അത് യേശുവിൻ്റെ കാലഘട്ടത്തും ഉണ്ടായിരുന്നുവെന്ന് യേശു ദേവാലയത്തിൽ ചെന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കാണാൻ സാധിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 2025 നമ്മൾ ഓരോ ദിവസവും പത്രവും അതുപോലെ വാർത്തകൾ കേൾക്കുകയും വാർത്തകൾ കാണുകയും ചെയ്യുമ്പോൾ ഈ ലോകം എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, നമ്മൾക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത, നമുക്ക് അനുഭവിക്കാൻ ഇഷ്ടമില്ലാത്ത ധാരാളം തിക്താനുഭവങ്ങൾ നിറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ച് നമ്മൾ ചിന്തിച്ചു പോകുന്ന കാലഘട്ടങ്ങളിൽ, ഒരു നല്ല മനുഷ്യൻ ലോകത്തുണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്ന കാലഘട്ടങ്ങളിൽ ഞാനും നിങ്ങളും ജീവിക്കുക. അങ്ങനെ വിചാരിച്ച് നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. അതെല്ലാം ഈ വിശുദ്ധ തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള കരുത്ത്, ആന്തരികമായ ശക്തി, അത് നമുക്ക് ദൈവമാണ് നൽകുന്നത്. വായിക്കുക ദൈവത്തിൻ്റെ വിശുദ്ധ വചനം, വിശ്വാസത്തോടെ വായിക്കുക. എന്താണ് ദൈവമേ നിനക്ക് എന്നോട് പറയാനുള്ളത്? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അതിൻപ്രകാരം നടപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. 2025 136ാമത് പ്രതിഷ്ഠാദിന പെരുന്നാളിന് പ്രാരംഭ ആരാധന പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, വേദോത്സവം വായിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാ ദിവസവും നിങ്ങൾ വേദോത്സവം വായിക്കണം. വ്യക്തികളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ വേദോത്സവം വായിക്കണം. കുറച്ച് സമയം വേദോത്സവം വായിക്കുക, കുറച്ച് സമയം നമ്മൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുക. കുടുംബ പ്രാർത്ഥന നിർബന്ധമാണ്. എല്ലാ വീടുകളിലും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന ഉണ്ടായിരിക്കും. നിങ്ങൾ തനിച്ച് താമസിക്കുമെങ്കിൽ തനിച്ചാണെങ്കിലും കുഴപ്പമില്ല. രാവിലെയും വൈകുന്നേരവും കൃത്യമായ സമയം വേർതിരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. വീട്ടിൽ മറ്റാൾക്കാരുണ്ടെങ്കിൽ, മാതാപിതാക്കന്മാർ, കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൂടെ കുടുംബ പ്രാർത്ഥനയെ ചേർത്ത് നിർത്തണം. പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന നിർബന്ധമാണ്. നമ്മൾ വിശ്വാസത്തിൽ ഇത്രയും നിലനിൽക്കുന്നെങ്കിൽ നമ്മുടെ ഒന്നും മിടുക്കല്ല. അതെല്ലാം നമ്മുടെ കാരണവന്മാരെ, നമ്മുടെ മാതാപിതാക്കന്മാരെ, അവരുടെ മുട്ടുമേൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. നിങ്ങളിൽ പലർക്കും അത് സാക്ഷ്യം പറയാൻ കാണും എന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയമില്ല. അവരുടെ മുട്ടുമേൽ നിന്നുള്ള പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ നമ്മളെ ഇത്രത്തോളം നിലനിർത്തിയത്. ഒരുപക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ അവർക്ക് എഴുത്തറിയത്തില്ലായിരിക്കാം, വായന അറിയത്തില്ലായിരിക്കാം. പക്ഷെ അവർക്ക് ഒരു കാര്യം അറിയായിരുന്നു, വിശുദ്ധ ദിവസങ്ങളിൽ ദേവാലയത്തിൽ പോകണമെന്നും ദേവാലയത്തിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നും വചനം കേൾക്കണമെന്നും അവർക്കറിയാമായിരുന്നു. വിശുദ്ധ സംസർഗം ഉള്ളപ്പോൾ കർത്താവിൻ്റെ തിരുവത്താഴത്തിൽ തിരുമേശയിലേക്ക് കടന്നു ചെല്ലണമെന്ന് അവർക്കറിയാമായിരുന്നു. ഇന്നത്തെ തലമുറ എവിടെ? ദേവാലയത്തിൽ പോകണമെന്നും അതുപോലെ ശബദ ദിവസങ്ങൾ ശുദ്ധമായി ആചരിക്കണമെന്നുള്ള തീക്ഷ്ണതയിലുള്ള ആൾക്കാർ എവിടെ? ഓർക്കണം. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ, പാശ്ചാത്യ നാടുകളിലൊക്കെയും സഭകൾ പൂട്ടിയിടുന്നതിനെ കുറിച്ച് കേൾക്കുന്നു. പള്ളി പൂട്ടിയിടുന്നു, പള്ളി വിൽക്കുന്നു, അല്ലേ? കേട്ടിട്ടുണ്ട്. നമുക്ക് വളരെ വിഷമം തോന്നാറുണ്ട്, അല്ലേ? എങ്ങനെയാണോ സംഭവിക്കുന്നത്? വിശ്വാസ കൈമാറ്റം ഇല്ലാണ്ട് പോയതാണ് അതിൻ്റെ സംഭവം. വിശ്വാസ കൈമാറ്റം ഇല്ലാതെ പോയതാണ്. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് ദൈവാരാധന നടത്താതിരുന്നതിൻ്റെ അനന്തരഫലമാണ്. ഇവിടെയൊക്കെ ദൈവം സഹായിച്ച് ഇന്ന് വൈകുന്നേരത്തെ ആരാധനയാണെങ്കിലും കുഞ്ഞിപ്പിള്ളേരുണ്ട്, അതുപോലെ ഇച്ചിരി പ്രായമുള്ളവരുണ്ട്, പ്രായമുള്ള അപ്പച്ചന്മാർ അമ്മച്ചിമാരുണ്ട്. വളരെ സന്തോഷം. പ്രായമുള്ളവർക്ക് ദേവാലയത്തിൽ വരാൻ വയ്യാതാകുമ്പോൾ ബാക്കിയുള്ള അതിന് തൊട്ട് താഴെയുള്ള പ്രായമുള്ളവർ വരണം. അവർക്ക് വയ്യാതാകുമ്പോൾ അതിന് താഴെയുള്ള ചെറുപ്പക്കാർ ഈ സ്ഥാനത്തേക്ക് വരണം. ചെറുപ്പക്കാർ പ്രായമായി പോകുമ്പോൾ കുഞ്ഞു പിള്ളേരെന്ത് ചെയ്യണം? ആ സ്ഥാനത്തേക്ക് വരണം. അത് സംഭവിക്കുന്നത് എല്ലാവരും കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്. അങ്ങനെയാണ് വിശ്വാസ കൈമാറ്റം സംഭവിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തർക്കും പിള്ളേർ തന്നെ മനസ്സിലാകാൻ, അല്ലേ? പണ്ട് നമ്മളെ ആരാധിക്കാൻ അങ്ങനെ ചില രീതികളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർ വന്നതിനെടുക്കാൻ പിള്ളേർ ഒത്തിരി കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല തലമുറ. അത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ എന്ത് ചെയ്യുക? വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്തുകൊള്ളുക? പിള്ളേരെ ഞായറാഴ്ച പള്ളി വാന്ന് പറഞ്ഞ് അവരെ കയ്യെ പിടിച്ച് എന്ത് ചെയ്യുക? പള്ളിയിലേക്ക് കൊണ്ടുവരിക. പ്രായമുള്ള പിള്ളേരെ അങ്ങനെ പറഞ്ഞ് നമുക്ക് കേട്ടത്തില്ല. കുഞ്ഞി പിള്ളേരെ എന്ത് ചെയ്യുക? നമുക്ക് കൊണ്ടുവരാം, അല്ലേ? അവർ കൈ കുടഞ്ഞ് പോകുന്നിടം വരെ എന്ത് ചെയ്യുക? നമുക്ക് അവരെ ഇവിടെ കൊണ്ടുവരാം. പിന്നീട് അവരെന്ത് ചെയ്യും? അത് മനസ്സിലാക്കും. ചേർത്ത് നിർത്തുക, കൊണ്ടുവരിക, ദേവാലയത്തിൽ കൊണ്ടിരിക്കുക, ദൈവത്തോട് ചേർത്ത് നിൽക്കുക. വീട്ടിലെന്ത് ചെയ്യുക? അവരെ ഒന്ന് വാടാ പിള്ളേരെ, വാടാ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാമെന്ന് പറയുക. വിശ്വാസ കൈമാറ്റം അങ്ങനെയാണ്. പെരുന്നാളുകൾ വിശ്വാസ കൈമാറ്റത്തിനുള്ള അവസരങ്ങളായിരുന്നു. നമുക്കും അത് അങ്ങനെ ആക്കി തീർക്കാം. 136ാമത് പെരുന്നാൾ പ്രാരംഭ ആരാധന പങ്കെടുക്കുന്ന നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലൂടെ കടന്നു പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.